ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. 9ാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം 3ാം പാഠഭാഗം ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ടും കുറച്ച് കാലങ്ങളായി അല്ലെ, ചെറിയൊരു ഗ്യാപ്പ് വന്നു നമ്മൾ തമ്മിൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്കൊന്ന് ഓർമ്മിപ്പിച്ച് നോക്കിയാലോ, ഏതൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് പോയതെന്ന് നോക്കാം അല്ലെ. അപ്പോ ആദ്യം നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു? വെരി ഗുഡ്, ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തെ കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു അല്ലെ. രക്തത്തിലെ പ്രധാന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതായത് രക്തകോശവും പ്ലാസ്മയും കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ പ്ലാസ്മയുടെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നേ? അതന്നെ, നമ്മുടെ പ്രധാന അവയവമായിട്ടുള്ള ഹൃദയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഹൃദയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഓർത്ത് നോക്കിയേ. അതെ, ഹൃദയത്തിലെ പ്രധാന ഭാഗങ്ങൾ അല്ലെ, അതായത് ഘടനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൃദയത്തിന്റെ എങ്ങനെയാണ് ഹൃദയം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം അല്ലെ. ഓക്കെ, എങ്ങനെയാണ് രക്തം നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയായിരിക്കും ഒന്ന് ഓർത്തു നോക്കി പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം പറഞ്ഞിരുന്നു, ഒന്ന് ഓർത്തു നോക്കൂ. അതെ, നമ്മൾ ആദ്യം 4 അറകളെ കുറിച്ച് പറയുണ്ടായി അല്ലെ. ഏതൊക്കെയാ 4 അറകള്? വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ അല്ലെ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ട് അല്ലെ. ഓക്കെ, ഇനി വാൾവുകൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? അതന്നെ, ബൈകസ്പീഡ് വാൾവ് ഉണ്ട്, ട്രൈകസ്പീഡ് വാൾവുകളുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എങ്ങോട്ടേക്ക് ആദ്യം അശുദ്ധ രക്തം എത്തുന്നത് ഏതറയാണ്? അതന്നെ, വലത് ഏട്രിയം അല്ലെ. അപ്പൊ വലത് ഏട്രിയത്തിലേക്ക് ഈ അശുദ്ധ രക്തത്തെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഹൃദയത്തിലെ ആദ്യത്തെ അറയിൽ രക്തം എത്തിക്കുന്ന സിരകൾ ഏതൊക്കെയാണ്? അതെ, അധോ മഹാസിരയും ഊർധ്വ മഹാസിരയും അല്ലെ. ഓർമ്മയുണ്ട് അപ്പൊ നിങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ ഈ വലത് വെൻട്രിക്കിൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാണ് രക്തം ശുദ്ധീകരണത്തിന് വേണ്ടി പോകുന്നത്? അതെ, ശ്വാസകോശങ്ങളിലേക്ക് അല്ലെ, അഥവാ ലങ്സിലേക്ക് പോകുന്നുണ്ട്. ഈ ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നത് ആരുടെ സഹായത്തോടുകൂടിയാണ്? ഒരു ആർട്ടറി നമ്മളെ പറഞ്ഞു അല്ലെ. ഏത് ആർട്ടറിയാണ്? അതെ, പൾമിനറി ആർട്ടറി അഥവാ ശ്വാസകോശ ധമനിയുടെ സഹായത്തോടു കൂടി വലത് വെൻട്രിക്കിളിൽ നിന്നുമുള്ള രക്തം, അശുദ്ധ രക്തം ശ്വാസകോശങ്ങളിലേക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി പോകുന്നു അല്ലേ. അപ്പോ ഈ ശുദ്ധീകരണത്തിന് ശേഷം പിന്നീട് എങ്ങോട്ടേക്ക് എത്തുന്നു? അതെ, ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. മഹാധമനിയിലൂടെ ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഇനി നമ്മൾ ആ ഒരു ഭാഗം ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇനി പറയാൻ പോകുന്നത് മനസ്സിലാവൂ. അപ്പൊ അതിനു വേണ്ടി ടീച്ചർ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുത്തതാണ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താറുമാണ് അല്ലെ, മനസ്സിലായി. അപ്പോ ടീച്ചർ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ രക്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു സഞ്ചാര പാതയായിട്ട് നമുക്ക് ഉപമിക്കാം അല്ലെ. എങ്ങനെയാണ്? ഇപ്പോ നമ്മുടെ ഈ ഒരു സഞ്ചാര പാത, അതായത് ഈ രക്തത്തിലൂടെ നമ്മൾ പോഷകങ്ങളും അതുപോലെ തന്നെ എന്താ അത് നമ്മുടെ ശ്വസന വാതകങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതായത് ശുദ്ധരക്തം അശുദ്ധരക്തമാക്കി മാറ്റുന്നു. അതായത് അവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റുന്നു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റുന്നു. അങ്ങനെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോഷകങ്ങൾ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തുന്നുണ്ട് അല്ലെ. കുറെ സ്ഥലത്ത് നമ്മൾ വലിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അതെ, നമ്മുടെ രക്തമാണ് അല്ലെ. അപ്പോ ഈ ഒരു രക്തത്തിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് നമുക്ക് ഒരു റോഡ്, ഒരു ഹൈവേ ആയിട്ട് എടുക്കാം. നമ്മൾ ഒരു ഹൈവേയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കുറെ കയ്യിലെ സാധനങ്ങളായിട്ട് പോകണം. എന്തൊക്കെയോ കയ്യിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആർക്കൊക്കെയോ ഇടയിലൊക്കെ ഏൽപ്പിച്ച് പോകുന്നു. നമ്മൾ അല്ലെ, ഒരു ഹൈവേ ആകുമ്പോൾ ഇടയിൽ കുറെ വഴികളൊക്കെ ഉണ്ടാകും. നമ്മൾ കുറെ പിരിഞ്ഞു പോകുന്ന വഴികളൊക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അവിടുന്ന് നാം തിരിച്ച് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ വഴിയിൽ നിന്ന് പിന്നീട് പിന്നോട്ട് നടക്കുന്നു.
അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ രക്തപര്യനം അഥവാ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തത്തിലൂടെ പോഷകങ്ങളുടെയും ശ്വസനവാതകങ്ങളുടെയും ഒക്കെ എന്താണ് സംവഹനം അവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ റോട്ടിലൂടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നു, അത് നമ്മൾ ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കുന്നു, തിരിച്ച് നാം മടങ്ങി നടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ രക്തപര്യനത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ. അതായത് ഏതൊരു ജീവിയെ അനുസരിച്ചായിരിക്കും അവരുടെ സങ്കീർണത അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ശരീരത്തിലെ രക്തപര്യന അവസ്ഥ. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ മനുഷ്യരായത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള രക്തപര്യനവും നല്ല സങ്കീർണത കൂടിയപ്പോ നമ്മുടെ ശരീരത്തിലുള്ള രക്തപര്യനം എന്ന് പറയുന്നത് കോംപ്ലിസിറ്റി തന്നെയാണ്, അതായത് സങ്കീർണത കൂടിയത് തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരേ അളവിലുള്ള രക്തം എത്ര പ്രാവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട് ഒരു തവണ, ഹൃദയത്തിൽ നിന്നും തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തവണയാണ് നമ്മുടെ ശരീരത്തിൽ ഒരേ അളവിലുള്ള രക്തം സഞ്ചരിക്കുന്നത് അഥവാ സംവഹനം നടത്തുന്നത്? 2 തവണ അല്ലെ? വെരി ഗുഡ്. അപ്പോ 2 തവണയാണ് നമ്മുടെ ശരീരത്തിൽ രക്തം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ നടക്കുന്നത്. ഒരേ അളവിലുള്ള രക്തം 2 തവണ സംവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥ എങ്ങനെയായിരിക്കും? ഏത് തരമായിരിക്കും? 1 തവണയാണോ 2 തവണയാണോ? 2 തവണ അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ ഇങ്ങനെയുള്ള രക്തപര്യന വ്യവസ്ഥയെ അല്ലെ 2 തവണയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ പറയുന്നൊരു പേരുണ്ട് ദ്വിപര്യനം. അതിനെ നമ്മൾ ദ്വിപര്യന അവസ്ഥ എന്നാണ് പറയുന്നത്. അതായത് 2 തവണ ഒരേ അളവിലുള്ള രക്തം നമ്മുടെ ശരീരത്തിൽ സംവഹനം നടത്തുന്നു. അങ്ങനെയുള്ള പര്യന വ്യവസ്ഥയാണ് നാം ദ്വിപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതിനെ കുറിച്ചിട്ടായിരിക്കും? അതെ, ദ്വിപര്യനം. ഓക്കെ, അപ്പോ എല്ലാവരും സയൻസ് ബുക്കും പേനയായിട്ട് ഇരിക്കുക. ടീച്ചർ പറയുമ്പോ ഒപ്പം നോട്ട്സ് എഴുതിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ദ്വിപര്യനം. ഓക്കെ, അതിന്റെ അർത്ഥം ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, അപ്പോ ഈ ഡബിൾ സർക്കുലേഷൻ അഥവാ ദ്വിപര്യനത്തിനെ നാം ഇരട്ട രക്തസംവഹനം എന്ന് പറയുന്നുണ്ട്. എന്താ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? എന്താ അത്? ഇരട്ട രക്തപര്യനം എന്ന് പറയുമ്പോൾ ഇരട്ട പറഞ്ഞ 2 അല്ലെ, രക്തപര്യനം എന്ന് പറയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അല്ലെ, അതായത് രക്തത്തിന്റെ സംവഹനം. അപ്പോ ഇരട്ട രക്തസംവഹനം അഥവാ ദ്വിപര്യനം. ഓക്കെ, അതിന് നമ്മൾ ഇംഗ്ലീഷില് ഡബിൾ സർക്കുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മള് ഹൃദയത്തിന്റെ ഘടനയൊക്കെ വരച്ചപ്പോൾ നമ്മള് അല്ലെ എന്താണ് ഹൃദയത്തിന്റെ എവിടെയാണ് പൊസിഷൻ, അതിന്റെ വലുപ്പം, അതിന്റെ ആകൃതി എല്ലാം നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാം അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെയാണ് ഹൃദയത്തിന്റെ ഏകദേശം ഒരു ആകൃതി അല്ലെ, ഒരു കോൺ ഷേപ്പ് ആയിരിക്കും. 4 അറകളുണ്ട് അല്ലെ. ഇത് അതെ വലത് ഏട്രിയം, ഇത് വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. ഈ വലത് ഏട്രിയത്തിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്ക് എത്തിക്കുന്ന ഒരു വാൾവ് ഉണ്ട് ഇവിടെ. ഇത് ഏതാത്? അതെ, ട്രൈകസ്പീഡ് വാൾവ് അല്ലെ, ഒരു ട്രൈകസ്പീഡ് വാൾവ് ഉണ്ട്. അതുപോലെ ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് രക്തം എത്തിക്കാൻ എന്തുള്ളത്? ഇവിടെ ബൈകസ്പീഡ് വാൾവ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ ഈ ഭാഗത്ത് ഇവിടെ നമ്മുടെ മറ്റ് ശരീരം, നമ്മൾ ഓർമ്മയുണ്ട്, നിങ്ങൾ എഴുതിയ ശരീരഭാഗങ്ങൾ എന്നൊക്കെ എഴുതി ഇവിടെ നമ്മളൊരു സ്റ്റാർ ഒക്കെ ഇട്ട് ലങ്സ് അല്ലെ, ശ്വാസകോശത്തൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ശരീരഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ അശുദ്ധ രക്തം ആദ്യം എത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു വലത് ഏട്രിയത്തിൽ നിന്നാണ് അല്ലെ, ആദ്യത്തെ അറയായ വലത് ഏട്രിയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഈ ഭാഗത്ത് ഫുള്ളും നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏത് രക്തമാണ്? അതെ, അശുദ്ധ രക്തം അല്ലെ. അപ്പൊ ഇവിടെ ഉള്ളത് ഫുള്ളും അശുദ്ധ രക്തവും ഈ ഭാഗത്തുള്ളത് ഫുള്ളും ശുദ്ധ രക്തവുമാണ് അല്ലെ. ഇവിടെ
വലത് വെൻട്രിക്കിൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ അവിടെ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ. ശ്രദ്ധിക്കണം. അപ്പൊ അതുവരെ നമ്മുടെ ഈ സൈഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഫുള്ളും അശുദ്ധ രക്തമാണ് അല്ലെ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ആണ്. ഇനി ശ്വാസകോശത്തിൽ എത്തിയതിനു ശേഷം അത് ശുദ്ധീകരണത്തിന് ശേഷമാണ് നമ്മുടെ ഇവിടേക്ക് എത്തുന്നത്, അതായത് ഇടത് ഏട്രിയത്തിൽ എത്തുന്നത്. അപ്പൊ ഈ ഭാഗം ഫുള്ളും എന്താണ്? അതെ, ശുദ്ധരക്തം അല്ലെ, പ്യുവർ ബ്ലഡ് അഥവാ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ രണ്ടിനെയും നാം കൂട്ടിച്ചേർത്താൽ പറയുന്ന പേരാണ് ഈ ദ്വിപര്യനം എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ്, ഇത് ഒരു സൈഡ്, ഇത് വേറൊരു സൈഡ് അല്ലെ, ഈ രണ്ടെണ്ണത്തിനെയും കൂട്ടി പറയുന്ന പേര് അഥവാ ഈ രണ്ടെണ്ണത്തിലെയും ഉള്ള രക്തപര്യനമാണ് നാം ദ്വിപര്യനം എന്ന് പറയുന്നത്. ഇത് നിരന്തരമായിട്ട് ഒപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇതിലേക്ക് എത്താണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് അഥവാ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കണം. രണ്ടും ഒപ്പം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരിക്കലും ഒന്ന് കഴിഞ്ഞിട്ടല്ല മറ്റൊന്ന് നടക്കുന്നത് അല്ലെ. അപ്പൊ എന്താ ഈ ഒരു അവസ്ഥ, ഈ ഒരു രക്തപര്യന അവസ്ഥയാണ് നാം ഇരട്ട രക്തസംവഹനം അഥവാ ഡബിൾ സർക്കുലേഷൻ അഥവാ ദ്വിപര്യനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി നോക്കൂ. എങ്ങനെയാണ് ഈ ഒരു വലത് വശത്തെ മാത്രം നിങ്ങൾ എന്തൊക്കെ ഇവിടെ സിരകളുടെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞു പോണം. എങ്ങനെയാണ് വലത് സൈഡ് അല്ലെ, നമ്മുടെ വലത് ഭാഗത്തില് എങ്ങനെയാണ് ഏതെല്ലാം ഭാഗങ്ങളാണ് രക്തപര്യന അവസ്ഥയിൽ നടന്നു പോകുന്നത്? ഫുള്ളും എഴുതണ്ട, ഈ വലത് സൈഡ് മാത്രം ഒന്ന് എഴുതി നോക്കൂ. അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞോ? എഴുതി അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ എഴുതി തന്നെയാണോന്ന്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മള് എവിടുന്നാ തുടങ്ങുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആദ്യത്തെ അറയായ വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിനെ വേണ്ടി സഹായിക്കുന്ന സിരകളാണ് ഏത്? നമ്മളുടെ അതെ അധോ മഹാസിരയും ഊർധ്വ മഹാസിരയും. നമുക്ക് ഇവയെ ചേർത്തി മഹാസിരകൾ എന്നും വിളിക്കാം. ഓക്കെ. അപ്പോ മഹാസിരകളിൽ നിന്നും എങ്ങോട്ടേക്കാണ് എത്തുന്നത്? വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. വലത് ഏട്രിയത്തിൽ നിന്നും പിന്നീട് ട്രൈകസ്പീഡ് വാൾവ് അല്ലെ, ട്രൈകസ്പീഡ് വാൾവ് എന്ന് പിന്നീട് വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇടയിൽ എന്താ ആരാ വരുന്നത്? നമ്മുടെ ട്രൈകസ്പീഡ് വാൾവ് വരുന്നുണ്ട്. ട്രൈകസ്പീഡ് വാൾവ് വരുന്നുണ്ട്. ആ ട്രൈകസ്പീഡ് വാൾവിന് പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. വലത് വെൻട്രിക്കിളിൽ നിന്നും പിന്നീട് എങ്ങോട്ടേക്ക് എത്തുന്നത്? നമ്മുടെ അതെ പൾമിനറി ആർട്ടറി അഥവാ ശ്വാസകോശ ധമനി വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? ശുദ്ധീകരണത്തിന് ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ശ്വാസകോശ ധമനി, ശ്വാസകോശ ധമനിയിൽ നിന്നും പിന്നീട് എങ്ങോട്ടേക്ക് എത്തുന്നത്? ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. മഹാസിരകൾ എന്ന് പറയുന്നത് ഊർധ്വ മഹാസിരയും അധോ മഹാസിരകളും. അവിടുന്ന് വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് ട്രൈകസ്പീഡ് വാൾവിന്റെ സഹായത്തോടു കൂടി വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നുണ്ട്. വലത് വെൻട്രിക്കിളിൽ നിന്നും ശ്വാസകോശ ധമനിയിലേക്ക് എത്തുന്നു. അവിടുന്ന് ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു അല്ലെ. അതുവരെയാണ് നമ്മുടെ വലത് ഭാഗത്ത് നടക്കുന്ന പ്രക്രിയ. അങ്ങനെയെങ്കിൽ ഇതേ പ്രക്രിയ തന്നെയാണ് ഇടത് ഭാഗത്ത് നടക്കുന്നത് അല്ലെ. ഇനി ആ ഭാഗം കൂടി ഒന്ന് എഴുതി നോക്കൂ. അപ്പൊ നമ്മള് വലത് ഭാഗത്ത് എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി ഏതാ എഴുതാൻ പറഞ്ഞത്? അതെ, ഇടത് ഭാഗത്ത് എഴുതാൻ പറഞ്ഞു. നമ്മൾ വലത് ഭാഗത്തിന് എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? ശ്വാസകോശങ്ങളിൽ വെച്ച് നിർത്തിയിരിക്കുകയാണ് അല്ലെ. ഈ ശ്വാസകോശങ്ങളിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് ശുദ്ധരക്തം കൊണ്ടുവരുന്ന സിരകളെ വെച്ച് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പോ ഏത് സിരകളാണ്? അതെ, ശ്വാസകോശ സിരകൾ അല്ലെ. അപ്പൊ അവിടുന്ന് തുടങ്ങാം. ഇത് ശ്വാസകോശങ്ങളിലാണ് എത്തി നിർത്തിയിരിക്കുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്നും എവിടേക്ക് എത്തി? ശ്വാസകോശ സിരകൾ വഴി ശ്വാസകോശ
സിരകൾ അഥവാ എന്താ പറഞ്ഞത്, പൾമിനറി വെയിൻ അല്ലെ, ശ്വാസകോശ സിരകളിൽ നിന്നും പിന്നീട് എങ്ങോട്ടേക്ക് എത്തുന്നത്, ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇവിടെ എത്തുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലെ. ശുദ്ധീകരണം നടന്നു കഴിഞ്ഞു. ഇനി ഇടത് ഏട്രിയത്തിൽ നിന്നും പിന്നീട് ബൈകസ്പീഡ് വാൾവിന്റെ സഹായത്തോടു കൂടി എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, അതെ ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഇടത് വെൻട്രിക്കിൾ എടുത്ത് എഴുതുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്നും പിന്നീട് എങ്ങോട്ടേക്കാ പോകുന്നത്, മഹാധമനി വഴി അല്ലെ, നമ്മുടെ അയോർട്ട മഹാധമനി വഴി എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ലാസ്റ്റ്, വെരി ഗുഡ്, ശരീര ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് ഏത് ഭാഗമാണ്, ഇടത് ഭാഗം അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞത് വലത് ഭാഗവും ഇത് ഇടത് ഭാഗവുമാണ്. അപ്പൊ ഇവ രണ്ടും കൂടി ചേർന്നതാണ് ദ്വിപര്യനം അഥവാ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും നമ്മുടെ ഈ രണ്ട് ഫ്ലോ ചാർട്ടും കൂടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് ദ്വിപര്യനമായി. അപ്പൊ എന്താണ് ഈ ദ്വിപര്യനം എന്ന് നമുക്ക് ഒന്നും കൂടെ അതിലേക്ക് കടക്കുന്നത് മുൻപ് ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് സൂചകങ്ങൾ തരാം. ആ സൂചകങ്ങൾ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതി നോക്കുക. അപ്പൊ സൂചകങ്ങളിലേക്ക് പോവാം അല്ലെ. സൂചകങ്ങൾ ഇതാണ്. കുറിപ്പ് എഴുതി അല്ലെ. ഓക്കെ, മനസ്സിലായോ അതിലെ ഓരോ സൂചകങ്ങളുടെയും അർത്ഥം? മനസ്സിലായി. എന്നാൽ രണ്ട് പര്യനം മാത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ. ഓക്കെ, അപ്പോ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോ അതിൽ നിങ്ങൾ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സിസ്റ്റമിക് പര്യനവും അതുപോലെ തന്നെ ഏതാണ് പൾമിനറി പര്യനവും അല്ലെ. ഒന്നുമില്ല, നമ്മുടെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ഭാഗങ്ങളിൽ കിടക്കുന്ന കാരണം ആ രണ്ട് ഭാഗങ്ങളിലേക്കും രണ്ട് പര്യന വ്യവസ്ഥയെ കുറിച്ചൊരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം. ഓക്കെ, അപ്പോ സിസ്റ്റമിക് പര്യനം എന്ന് പറയുമ്പോൾ ഇടത് വെൻട്രിക്കിളിൽ നിന്നും തുടങ്ങി വലത് ഏട്രിയം വരെ, ടീച്ചർ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സിസ്റ്റമിക് പര്യനം എന്ന് പറയുമ്പോൾ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വലത് ഏട്രിയം വരെ ഉള്ളതാണ് സിസ്റ്റമിക് പര്യനം. ഇത് സിസ്റ്റമിക് ആണ്, സിസ്റ്റമിക് പര്യനം. ഓക്കെ, അതായത് ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു, അതാണ് സിസ്റ്റമിക് പര്യനം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഏത് പര്യന അവസ്ഥയാണ്? അതെ, പൾമിനറി പര്യനം അല്ലെ. പൾമിനറി പര്യനം എങ്ങനെയാണ്? വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിലേക്ക് അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന്, അതായത് ടീച്ചർ വേറെ കളർ ചോക്ക് എടുക്കുകയാണ്. വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിലേക്ക് അവസാനിക്കുന്നു. ഇതാണ് ഏത്? പൾമിനറി അല്ലെ. അപ്പോൾ ഇത് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വലത് ഏട്രിയത്തിൽ വരെ അവസാനിക്കുന്നത് സിസ്റ്റമിക് പര്യനവും, വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയ വരെ അവസാനിക്കുന്നത് പൾമിനറി പര്യനം. അപ്പോൾ ആ സൂചകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും നമ്മളിപ്പോൾ പറഞ്ഞു പോയി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇടത് ഏട്രിയം വരെ അവസാനിക്കുന്നത് പൾമിനറി പര്യനവും അല്ലെ. അതിൽ നമ്മളിപ്പോ 3 ഓപ്ഷൻസ് അഥവാ 3 ഇൻഡിക്കേറ്റേഴ്സ്, 3 സൂചകങ്ങൾ പറഞ്ഞു പോയി അല്ലെ. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ഇടത് ഏട്രിയത്തിൽ നിന്നും വലത് ഏട്രിയം വരെ ഉള്ളത് ഏതാത്? അതെ, നമ്മുടെ സിസ്റ്റമിക് പര്യനം. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടും വ്യത്യസ്തമായിട്ട് 2 തരത്തിൽ 2 ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കാരണമാണ് ഈ ഒരു പര്യന വ്യവസ്ഥയ്ക്ക് നമ്മളൊരു പേര് കൊടുത്തത്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് സിസ്റ്റമിക്കും, വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് പൾമിനറി പര്യനവുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി അല്ലേ? അപ്പൊ ഈ പര്യനത്തിൽ കുറേ ഏതൊക്കെയാണ് നമ്മുടെ ഭാഗങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരാം, ഒരു ചാർട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് ടീച്ചർ പൂരിപ്പിക്കാതെ കുറച്ച് വിട്ടുപോയിട്ട് ടീച്ചർ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങള് നിങ്ങൾ തന്നെ ഇപ്പോൾ പൂരിപ്പിച്ചിട്ടെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്നിട്ട് ഉത്തരം മാർക്കൊക്കെയാണ് ശരിയായത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും
ചാർട്ട് പൂർത്തീകരിച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഉത്തരമൊക്കെ ശരിയാണോ നോക്കണ്ടേ? ഓക്കെ. അപ്പോ നമുക്ക് ആദ്യം വലത് വെൻട്രിക്കിളാണ് ഇവിടെ ഉള്ളത് അല്ലെ. വലത് വെൻട്രിക്കിളിന്റെ മുമ്പ് എന്തായിരിക്കും? അതെ, വലത് വെൻട്രിക്കിളിന്റെ മുമ്പിലുള്ള അറ, മുന്നിലുള്ള അറ വലത് ഏട്രിയം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. അപ്പൊ ടീച്ചർ ആദ്യം ഇവിടെ എഴുതുന്നു. എന്താണ് വലത് വെൻട്രിക്കിളിന്റെ മുന്നിലുള്ളത്? വലത് ഏട്രിയം അല്ലെ. അപ്പോ വലത് ഏട്രിയം. ഇതെല്ലാവരുടെയും ശരിയാണോ? ഓക്കെ. അപ്പോ ആദ്യത്തെ വലത് ഏട്രിയം. വലത് ഏട്രിയത്തിൽ നിന്നുള്ള രക്തം വലത് വെൻട്രിക്കിളിലേക്ക് അല്ലേ. വലത് വെൻട്രിക്കിളിൽ നിന്നും പിന്നീട് എങ്ങോട്ടേക്കാ പോകുന്നത്? ശ്വാസകോശ, അതെ, ശ്വാസകോശ ധമനിയിലേക്ക് അല്ലേ. അപ്പോ ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനിയിൽ നിന്നും പിന്നീട് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? അതെ, ലങ്സിലേക്ക് അല്ലെ. ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് എന്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇടത് ഏട്രിയത്തിലേക്ക് എത്തുക? അതെ, ശ്വാസകോശ സിരകൾ വഴി അല്ലെ, പൾമിനറി വെയിൻ വഴി. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരിക? അതെ, ശ്വാസകോശ സിരകൾ. ശ്വാസകോശ സിരകൾ. ഓക്കെ. ഇനി ശ്വാസകോശ സിരകളിൽ നിന്നും പിന്നീട് പോകുന്നത് നേരത്തെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഏതാണ്? ഇടത് ഏട്രിയം. അപ്പൊ ഇവിടെ ഇടത് ഏട്രിയം. ഇടത് ഏട്രിയത്തിൽ നിന്നും പിന്നീട് ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. ഇടത് വെൻട്രിക്കിൾ വരെ എന്താ? ശുദ്ധരക്തമായി കഴിഞ്ഞു. ഇനി ഈ ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാ? അതെ, അയോർട്ട അല്ലെ, മഹാധമനിയുടെ സഹായത്തോടുകൂടി. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് മഹാധമനി. വെരി ഗുഡ്, മഹാധമനി. ഓക്കെ. മഹാധമനി വഴി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട, നിരന്തരമായിട്ട് രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇത്. അപ്പോൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പിന്നീട് ഈ അശുദ്ധ രക്തം നമ്മുടെ ആദ്യത്തെ അറയിലേക്ക് കൊണ്ടെത്തിക്കണം. അത് ആരാ കൊണ്ടെത്തിക്കുന്നത്? നമ്മുടെ അധോ മഹാസിരയും ഊർധ്വ മഹാസിരയും അല്ലെ. അവർക്ക് നമ്മൾ ചേർത്തൊരു പേര് പറഞ്ഞു. അതെ, മഹാസിരകൾ അല്ലെ. ഇവിടെ മഹാസിരകൾ. ആ രണ്ട് സിരകൾക്കും കൂടെ ചേർത്തി പറയുന്ന പേരാണ് മഹാസിരകൾ. ഓക്കെ. ഇതിനെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ആണല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം ഒന്നുകൂടെ നോക്കാം. വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു രക്തം. ശ്വാസകോശ ധമനിയിലേക്ക് പോകുന്നു. ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു. ശ്വാസകോശ സിരകൾ വഴി ഇടത് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അവിടുന്ന് മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇതൊരു വട്ടം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മഹാസിരകൾ വഴി വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. പിന്നീട് വലത് വെൻട്രിക്കിൾ, ശ്വാസകോശ ധമനി, അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ടുള്ളൊരു പ്രക്രിയയാണിത്. അതാണ് നമ്മള് ദ്വിപര്യനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് രണ്ട് പര്യന വ്യവസ്ഥ കൂടി ചേർന്നതാണ് ദ്വിപര്യനം എന്ന് പറഞ്ഞു. ഏതൊക്കെയാ അത്? അതെ, സിസ്റ്റമിക് പര്യനവും അതുപോലെ തന്നെ പൾമിനറി പര്യനവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ ഏതായിരിക്കും, ഏത് സൈഡിലാണ് സിസ്റ്റമിക് പര്യനവും പൾമിനറി പര്യനവും വരിക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇടത് വെൻട്രിക്കിൾ മുതൽ വലത് ഏട്രിയം വരെ ഒരു പര്യനം അല്ലെ. പിന്നെ വലത് വെൻട്രിക്കിൾ തൊട്ട് ഇടത് ഏട്രിയം വരെ അതും ഒരു പര്യനം. അപ്പൊ നമുക്കൊന്ന് ഒട്ടിച്ചാലോ, അല്ലെങ്കിൽ ഉത്തരം എഴുതിയാലോ ഏത് പര്യനമാണെന്ന് നോക്കാം അല്ലെ. ഓക്കെ. അപ്പൊ ടീച്ചർ ഉത്തരം എഴുതാൻ പോവാണ്. ഇടത് വെൻട്രിക്കിൾ തൊട്ട് ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയം വരെ അവസാനിക്കുന്നത് ഏതാത്? അതെ, സിസ്റ്റമിക് പര്യനം അല്ലെ. അപ്പോ സിസ്റ്റമിക് പര്യനമാണ് ഇവിടെ. ഓക്കെ, സിസ്റ്റമിക് പര്യനം. ഇനി ഏത് പര്യന ബാക്കിയുള്ളത്? പൾമിനറി പര്യനം ഉണ്ട് അല്ലെ. അത് എവിടെ തൊട്ട് ഏത് വരെയാണെന്നാ പറഞ്ഞത്? വലത് വെൻട്രിക്കിൾ മുതൽ ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത്. അപ്പൊ അത് ഏതാത്? അതെ, പൾമിനറി പര്യനം അല്ലെ. അപ്പോ
ടീച്ചർ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് പൾമിനറി പരിയനം അല്ലെ. അപ്പോൾ നിങ്ങൾക്കിപ്പോ ദ്വിപരിയനം എന്ന് പറയാനുള്ള കാരണം മനസ്സിലായിണ്ടാവും. രണ്ട് പരിയനവും കൂടിച്ചേർന്നത് അല്ലെ. അതായത് സിസ്റ്റമിക് പരിയനവും പൾമിനറി പരിയനവും ഇവ രണ്ടും കൂടിച്ചേർന്നത് കൊണ്ടാണ് നാം ഇവയെ ദ്വിപരിയനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? അതെ, രക്തം എങ്ങനെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഏത് അറകളിലൂടെ അല്ലെങ്കിൽ ഏത് വാൾവ് വഴി അല്ലെങ്കിൽ ഏത് സിരകൾ വഴി ഏത് ധമനി വഴിയൊക്കെ ഹൃദയത്തിൽ എത്തുന്നു, അവ ഹൃദയത്തിൽ നിന്നും എങ്ങനെ ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. രണ്ട് തരം അല്ലെ പരിയനവും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ദ്വിപരിയനം. ഒരേ അളവിലുള്ള രക്തം രണ്ട് തവണ ശരീരത്തിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, അതുകൊണ്ട് ദ്വിപരിയനം എന്ന് പറയുന്നു. അപ്പൊ നമുക്കൊന്ന് നേരിട്ടൊന്ന് ചെയ്തു നോക്കാം അല്ലെ. എങ്ങനെയാണ് ദ്വിപരിയനം അല്ലെങ്കിൽ ദ്വിപരിയന അവസ്ഥ അല്ലെങ്കിൽ ഇരട്ട രക്ത സംവഹനം നമ്മുടെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്നും ശരീരത്തിലേക്ക് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്കൊന്ന് നേരിട്ട് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ അതിലേക്ക് പോവാം. ഓക്കെ, മനുഷ്യനിലെ ദ്വിപരിയന വ്യവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യമായി രണ്ട് ശ്വാസകോശങ്ങൾ കാണാം. ഇവിടെ ഹൃദയം കാണാം. ഹൃദയത്തിലെ 4 അറകൾക്കും നാം 2 നിറം വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ. അവ നീല നിറത്തിലും ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത് ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിളുമാണ്. അപ്പോൾ നാം ആദ്യ ക്ലാസ്സിൽ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ് സിരകളെയും ധമനികളെയും യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അവ രണ്ടും കൂടിച്ചേർന്ന സ്ഥലത്തിനെ നാം ലോമികകൾ എന്ന് പറയുന്നു. ഈ ഭാഗം ധമനികളാകുന്നു, ഈ ഭാഗം സിരകളും ആവുന്നുവെങ്കിൽ ഈ രണ്ട് ഭാഗത്തെയും കൂട്ടിച്ചേർക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നാം ലോമികകൾ അഥവാ കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആദ്യം രക്തം എത്തുന്നത് ഈ ഭാഗത്താണ്. അതായത് വലത് ഏട്രിയം എന്ന് പറയുന്ന ആദ്യത്തെ അറയിലാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന മഹാസിരകൾ അഥവാ ഈ ഒരു ഇതിൽ കൂടെയാണ് ആദ്യം രക്തം പോകുന്നത്. അവിടുന്ന് വലത് ഏട്രിയം, വലത് വെൻട്രിക്കിളിലൂടെ സഞ്ചരിച്ച് പിന്നീട് അത് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. പിന്നീട് ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധീകരണത്തിന് ശേഷം ശുദ്ധരക്തം ആദ്യം ഇടത് ഏട്രിയത്തിലെത്തുന്നു, പിന്നീട് ഇടത് വെൻട്രിക്കിളിലെത്തുന്നു, പിന്നീട് അത് മഹാധമനിയിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദ്വിപരിയനം അല്ലെ ഡബിൾ സർക്കുലേഷൻ എന്താന്ന് വളരെ വ്യക്തമാക്കി നല്ല വിശദീകരിച്ചിട്ട് നോക്കി. നമ്മൾ പല തരത്തിലുള്ള ഫ്ലോ ചാർട്ടിൽ നമ്മൾ രണ്ടും സ്പ്ലിറ്റ് ആയിട്ട് ഫ്ലോ ചാർട്ട് വരച്ചു. അവ രണ്ടും കൂടെ സങ്കോചിച്ചാൽ ദ്വിപരിയന വ്യവസ്ഥ കിട്ടുമെന്ന് നമ്മൾ നോക്കി അല്ലെ. പിന്നെ നമ്മൾ നേരിട്ട് ചെയ്ത് നോക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. എന്താണ് ഈ ദ്വിപരിയനത്തിന്റെ ആവശ്യകത, അതുപോലെ തന്നെ എന്താണ് ഇവയുടെ പ്രത്യേകത,
മറ്റ് ജീവികളിലും ഇങ്ങനെയാണോ? അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു സങ്കീർണത കൂടുന്തോറും രക്തപര്യന വ്യവസ്ഥയിലും വ്യത്യാസം വരും എന്ന് പറഞ്ഞു. മനുഷ്യൻ ഉയർന്ന ഒരു ജീവിയായ കാരണം ദ്വിപര്യന അവസ്ഥ നടക്കുന്നു. നമ്മളെക്കാൾ താഴെ തരത്തിലുള്ള ജീവികൾക്കും ഇതുപോലെയാണോ? അത് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ, നോക്കാം അല്ലെ. അപ്പോ ഇതൊക്കെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എഴുതി കൊണ്ടുവരിക. ഈ ദ്വിപര്യന അവസ്ഥയുടെ അല്ലെങ്കിൽ ഈ ദ്വിപര്യന വ്യവസ്ഥയുടെ എന്താണ് ആവശ്യകത, എന്തൊക്കെയാണ് പ്രത്യേകതകൾ, മറ്റു ജീവികളിലും ഇങ്ങനെയാണോ നടക്കുന്നത് എന്ന് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടുവരിക. ജസ്റ്റ് ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവരും സന്തോഷത്തോടെ സുരക്ഷിതരായിരിക്കുക. താങ്ക് യു.